ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് കുറേയധികം വിശേഷങ്ങളുണ്ട്, റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അമ്മ ഇവിടെ നിൽക്കുകയാണ്. അച്ഛന് പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ട്രെയിനിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമുക്ക് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച മുട്ടക്കറിയാണ് കേട്ടോ. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോയുടെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, കാരണം ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്നു. അമ്മ ആ സമയത്ത് ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ അമ്മ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിയാണെങ്കിലും വാഷ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് അച്ഛന് പോകുമ്പം മീൻ കറി, അതുപോലെ മീൻ വറുത്തത്, മോര് കറി, ചപ്പാത്തിയൊക്കെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കേടാക്കാത്ത 1-2 ദിവസം ഓടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പം മോര് കറി ആണെങ്കിലും തേങ്ങ അരയ്ക്കാതെയും മീൻ കറിക്കകത്താണെങ്കിലും മല്ലിപ്പൊടിയും ഉള്ളിയൊന്നും ഇടാതെ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ മീൻ കറി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ എഡിറ്റിങ് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇരുന്ന് കാണുകയാണ് കേട്ടോ, അച്ഛനും അമ്മയും പാത്തവും ദിനവും കൂടെ. അപ്പം ഞാൻ പാവയ്ക്കൊക്കെ അരിയാണ് മെഴുക്കുവരട്ടി വെക്കാനായിട്ട്. ഇന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പണ്ട് പാവയ്ക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു വിഭവം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ തന്നെ ഓരോ രീതിയിൽ പരീക്ഷിക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പാവയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും മെഴുക്കുവരട്ടി വെക്കുന്ന ഈ ഒരു രീതിക്കാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് എപ്പോഴും സവോള കൂടുതലുള്ളതാണ് കേട്ടോ ടേസ്റ്റ്. അങ്ങനെ സവോള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും, പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാവയ്ക്ക അരിയുമ്പം ഉപ്പ് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുകയാണ് പതിവ്. എന്നിട്ട് അത് പിഴിഞ്ഞ് വാരിയെടുത്താണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇങ്ങനെ ചെയ്താലും കയ്പ്പ് ഫുള്ളായിട്ടൊന്നും മാറില്ല, കുറച്ച് കയ്പ്പ് കുറഞ്ഞു കിട്ടുമെന്നേ ഉള്ളൂ. പാവയ്ക്ക ആകുമ്പോൾ അതിൻ്റേതായി കയ്പ്പുണ്ടെങ്കിലാണല്ലോ ടേസ്റ്റ്. അപ്പോൾ എന്നിട്ട് നമ്മൾ പാവയ്ക്ക നല്ല രീതിയിൽ ആ സവോളയിലേക്ക് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പാവയ്ക്ക നല്ലപോലെ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ രീതിയിലേക്ക് നമുക്ക് മെഴുക്കുവരട്ടിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ മോരുകറിയും കൂടെ വെക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പാവയ്ക്ക ഒന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോരുകറി ആണെങ്കിൽ തേങ്ങ അരയ്ക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയാണ്. അപ്പോൾ സാധാരണ ഞാൻ കുറച്ച് അളവിലാണ് മോരുകറി ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ അച്ഛന് കൊടുത്തു വിടേണ്ടതുകൊണ്ട് കുറച്ച് നീട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്നപ്പം 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 കൊച്ചുള്ളി അരിഞ്ഞതും 2 വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ 2-3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്ര അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതുപോലെ കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പാവയ്ക്കൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ രീതിയിലേക്ക് ആക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കണം കേട്ടോ. ആ വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ തൈര് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ ഫ്ലെയിം സിമ്മിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മോരുകറി പിരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജീരകപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ടേസ്റ്റ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് അമ്മ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ അച്ഛന് കൊടുത്തു വിടാനും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു വിടുവാണെങ്കിൽ 3-4 ദിവസമൊക്കെ ഇരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് വന്നിട്ട് മോര് കറി, ചോറ്, പാവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, മീൻ കറി, പിന്നെ തൈരും കൂടെ ഉണ്ട് കേട്ടോ. തൈരും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. കാരണം പെട്ടെന്ന് സമയം പോകുമ്പോൾ അച്ഛൻ്റെ ട്രെയിൻ വന്നിട്ട് 4:50 ടൈം. അപ്പോൾ അതിന് മുന്നേ പോകണമെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറുണ്ണുകയാണ് എല്ലാവരും. ചോറുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേണം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലഞ്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി, അതുപോലെ മീൻ കറി ചൂടാറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോരുകറിയും ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാറിയതിന് ശേഷം ഓരോ ടിന്നിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി ഞാനൊരു കുപ്പി ഭരണിയിലാണ് ഇട്ട് കൊടുത്ത് വിടുന്ന അച്ഛന്. അതുപോലെ മോരുകറി ആണെങ്കിലും ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത മീൻ നമ്മൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ചപ്പാത്തി ആണെങ്കിലും ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു 2-3 സെറ്റായിട്ട് മാറി മാറി പൊതിഞ്ഞിട്ട് കൊടുക്കുന്നത്. കാരണം അച്ഛന് രാത്രി കഴിക്കാനും ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സെറ്റായിട്ട് മാറ്റി വെക്കാം. പിന്നെ രാവിലെയും വൈകിട്ടും വീട്ടിൽ ചെന്നതിന് ശേഷം കഴിക്കാനായിട്ടും ചപ്പാത്തി കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചപ്പാത്തി കഴിച്ചോളും. പിന്നെ ചെന്ന് കഴിഞ്ഞ് മീൻ കറിയും ഒരു കറിയൊക്കെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൂട്ടാലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ മീൻ കറിയൊക്കെ കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നോ എന്ന് പറയേണ്ടി വരും അല്ലേ? ഈ നോ എന്ന് പറയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവർ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പലർക്കും നോ പറയാൻ മനസ്സിലുണ്ടെങ്കിൽ പോലും യെസ് പറയേണ്ടി വരുന്നത്. നമുക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാം, പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു കടയിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയാൽ പോലും, ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ്, നമ്മുടെ കൂടെയുള്ളയാൾ ഇതാണ് നല്ലത് എടുത്തോളാൻ പറഞ്ഞാൽ നമുക്ക് വേറെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് അവർ പറഞ്ഞ ഡ്രസ്സ് എടുത്തിട്ട് പോരും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിൽ അത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കും. ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ട് അതും മനസ്സിലിട്ട് നമ്മുടെ സമയവും നമ്മുടെ പോസിറ്റിവിറ്റിയും ഒക്കെ നഷ്ടമാകും. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. മറ്റുള്ളവർ നമ്മളെ ഭരിക്കാനും അതുപോലെ മുതലെടുക്കാനും ഒക്കെ വരും. അതേസമയം ഈ സന്ദർഭങ്ങളിൽ നോ പറയാൻ സാധിച്ചില്ലെങ്കിൽ വളരെ നഷ്ടമാണ് നമുക്കുണ്ടാവുന്നത്. ഒരു തവണ നിങ്ങൾ നോ പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നോ പറയേണ്ട സ്ഥലത്ത് തുറന്നു പറയാനായിട്ട് ഒരു ഭയവും ഉണ്ടാവില്ല. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നോ തന്നെ പറയാൻ പഠിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് എല്ലാ കാലവും ജീവിക്കാൻ സാധിക്കില്ല അല്ലേ? ആരെയും നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സമ്മതിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറ്റപ്പെടുത്തലുകളൊക്കെ ഒരുപാടുണ്ടാകാം, പക്ഷെ ജീവിതകാലം മുഴുവൻ സമാധാനപരമായിട്ട് ജീവിക്കാൻ ചില സന്ദർഭങ്ങളിൽ പറ്റില്ല എന്ന് തന്നെ ഓപ്പണായിട്ട് പറയാനായിട്ട് സാധിക്കണം. അതുവഴി നല്ല തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതായിരുന്നു. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാട്ടോ. പക്ഷേങ്കിൽ നമ്മൾ പോയപ്പം ചെറിയൊരു പണി കിട്ടി നമുക്ക്. നമ്മൾ പോയ വഴിക്ക് ഭയങ്കര ബ്ലോക്കിൽ പെട്ടു. അങ്ങനെ നമ്മൾ ചെല്ലുകയും ട്രെയിൻ എടുക്കുകയും കൂടെ ഒരു സമയത്തായിരുന്നു. നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും എടുത്ത് കയറാനുള്ള ടൈമില്ലായിരുന്നു. അച്ഛനും ഇതിനും കൂടെ ഓടിപ്പോവായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മയും പാത്തോനെയും കൊണ്ട് ഓടാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇന്ന് ട്രെയിൻ പോയോ ഇല്ലയോ, അച്ഛന് കയറാൻ പറ്റിയോ ഇല്ലയോ എന്നറിയാതെ ശരിക്കും ടെൻഷൻ അടിച്ച് വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ഇറങ്ങി വന്നു കേട്ടോ. ദിനു ഇറങ്ങി വന്നപ്പോഴത്തേക്കും പറഞ്ഞു അച്ഛനെ ട്രെയിൻ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ബോഗി പുറകിലാണെങ്കിലും അച്ഛൻ അകത്തൂടെ നടന്നു പൊക്കോളാമെന്ന് പറഞ്ഞ് കയറ്റി വിട്ടു. അങ്ങനെ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.